ഇന്ന് കുറച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ചെമ്മീൻ ഫ്രൈയും വെള്ളത്തിൽ ചീനിയും കൂടെ കഴിച്ചാലോ. ആദ്യം ചെമ്മീൻ നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തു. അതിനകത്ത് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി ആയിട്ട് ഇടുന്നത്. കാരണം മിയാമോൾ എരി കഴിക്കത്തില്ല, അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് ഫ്രൈ, അതുകൊണ്ട് എരി കുറച്ചേ ഇടുള്ളൂ. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചിക്കൻ മസാല ഇടും കേട്ടോ. നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ നേരത്തെ എല്ലാ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്തെ ഇച്ചിരി ചിക്കൻ മസാല ഇടും കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അന്നേരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് സ്വല്പം വിനാഗിരി ഒഴിക്കും കേട്ടോ. സ്വല്പം വിനാഗിരി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ മറന്നു കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. കാരണം വിനാഗിരി നമ്മൾ കുറച്ചെല്ലാം ഒഴിച്ചിടും, അപ്പോൾ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം ആ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ആ ചെമ്മീനും കൂടെ ഇട്ട് നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം. വെള്ളം കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആ അരപ്പെല്ലാം കൂടെ ഒലിച്ചിറങ്ങിപ്പോവും. പിന്നെ ചെമ്മീനകത്ത് മസാല ഉപ്പൊന്നും പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കാവേ. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായ ശേഷം ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഓരോന്നോരോന്ന് കൊഞ്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടെ മൊത്തത്തിൽ അങ്ങ് തട്ടി, അല്ല പിന്നെ അങ്ങോട്ട് തട്ടി അത് കഴിഞ്ഞിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വിട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പില കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മുടിക്ക് നല്ലതാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൽ ചീനിയും ചെറിയ ഉള്ളി, മുളകും പച്ചമുളകും, നല്ല ചമ്മന്തിയും, പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും, അത് കഴിഞ്ഞിട്ട് നല്ല മുളകിട്ട കറിയും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാൽ ആരുടെങ്കിലും വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിച്ചോളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ബായ്.